ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രണ്ട് മത്സരങ്ങളുണ്ടായിരുന്നു. RCBയുടെ മത്സരം ഉണ്ടായിരുന്നു, CSKയുടെ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ RCB CSK ഇന്നലെ തോൽവി അറിഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ ആദ്യത്തെ മത്സരം ഈവനിങ്ങിൽ അതും RCBയും അതുപോലെ തന്നെ ഡൽഹിയും തമ്മിലായിരുന്നു. രണ്ടും നല്ല കിടിലൻ ടീമാണ്. അപ്പോൾ നല്ലൊരു കിടിലൻ മത്സരം തന്നെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ RCBയുടെ ഗ്രൗണ്ടായ ചിന്നസ്വാമിയിലായിരുന്നു മത്സരം. ആദ്യം RCB ബാറ്റ് ചെയ്യുന്നു. അപ്പോൾ RCB ചിന്നസ്വാമിയിൽ ബാറ്റ് ചെയ്യുന്നു. എല്ലാവരും 250, 260, 270 ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ ഡൽഹിയുടെ ബൗളേഴ്സ് നല്ല കിടിലൻ എന്ന് പറഞ്ഞാൽ അന്യായ കിടിലൻ. തുടക്കം തൊട്ട് ഒരറ്റത്ത് വിരാട് കോഹ്ലിനെ അങ്ങനെ നിർത്തി. സാൾട്ട് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല വിരാട് കോഹ്ലിയുടെ കേസ് പറയുമ്പോൾ പല ആൾക്കാരും കുറച്ച് ഒഫൻഡഡ് ആവും. എന്നാൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വിരാട് കോഹ്ലിയുടെ കഴിഞ്ഞ കുറേ ഇന്നിങ്സുകൾ, അദ്ദേഹം 50+ സ്കോറൊക്കെ അടിച്ച ഇന്നിങ്സുകളൊക്കെ കുറേ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും വളരെയധികം ബോളുകൾ കൺസ്യൂം ചെയ്തുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന റൺസാണ്. എസ്പെഷ്യലി 30 റൺസ് കഴിഞ്ഞാൽ പിന്നീട് 50 റൺസ് ആവാനായിട്ട് ഒരുപാട് പന്തുകൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു T20 ക്രിക്കറ്റിൻ്റെ ഒരു രീതി അറിയാം. എസ്പെഷ്യലി IPLൻ്റെ രീതി നമുക്കറിയാം. ആങ്കർ ചെയ്യുന്ന പ്ലേയേഴ്സിനെ വേണ്ട, പവർ പ്ലേയിൽ ഒരു തരത്തിലും വേണ്ട. വിരാട് കോഹ്ലിയുടെ കാര്യം സംബന്ധിച്ച് വിരാട് കോഹ്ലി സെറ്റിലാൻ ഒരുപാട് സമയം എടുക്കുന്നു, അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഒരുപാട് പന്തുകൾ തുടക്കം തന്നെ പാഴാക്കുന്നില്ല. പക്ഷെ 30 റൺസൊക്കെ വ്യക്തിഗത സ്കോർ 30 റൺസ് 35 റൺസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി വളരെ സ്ലോ ആണ്. ഇന്നലെയും തുടക്കം അല്പം സ്ലോ ആയിട്ട് തന്നെയായിരുന്നു. പക്ഷെ അപ്പുറത്ത് സാൾട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. സാൾട്ട് ഡൽഹി പേസർമാർക്കെതിരെ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് റൺസ് പവർ പ്ലേയിൽ വരുന്നുണ്ടായിരുന്നു. 10 റൺസ് വെച്ച് ഓവറിൽ വരുന്നുണ്ടായിരുന്നു. പിന്നീട് അറിയാലോ, RCBയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് അറിയാവുന്നതുകൊണ്ട് തന്നെ കോഹ്ലി ഔട്ടായി കഴിഞ്ഞിട്ട് പോലും പിന്നീട് പടിക്കൽ വരുന്നു. ആ റൺസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തമായ റൺ റേറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പടിക്കലും ഔട്ടായി കഴിഞ്ഞ് പട്ടിദാരും വേഗം ഔട്ടാവുകയാണ്. അവിടെ RCB ഒന്ന് സ്ട്രഗിൾ ആവുകയാണ്. RCBയുടെ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി മാറാണ്. കാരണം ഇതുവരെ RCBയുടെ ലോവർ ഓർഡർ കാര്യമായിട്ട് അങ്ങനെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ജിതേഷ് ശർമ്മയുണ്ട്, ഷെപ്പേർഡ് ഉണ്ട്, കൃണാൽ പാണ്ഡ്യ ഉണ്ട്. ഇവരൊക്കെ ബാറ്റേഴ്സാണ്. ഇവർക്കൊന്നും ഇങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ അത് വന്ന ഒരു അവസരമായിരുന്നു. പക്ഷെ അവരത് പ്രൂവ് ചെയ്തില്ല. അവർക്ക് ആ കിട്ടിയ ചാൻസ് യൂട്ടിലൈസ് ചെയ്തില്ല. 10 ഓവറിൽ 100 റൺസ് കഴിഞ്ഞു. 15 ഓവറിൽ 146 റൺസ് ഉണ്ട്. പിന്നീടുള്ള 5 ഓവറുകളിൽ എങ്ങനെ പോയാലും ഒരു 10-50 റൺസെങ്കിലും RCB അടിക്കേണ്ടതാണ്. പക്ഷെ അവിടെയാണ് ഡൽഹി ബോളർമാർ കളി പിടിച്ചെന്ന് പറയാം. എസ്പെഷ്യലി നടരാജൻ്റെ 2 ഓവർ, ലാസ്റ്റത്തെ അദ്ദേഹത്തിൻ്റെ 2 ഓവർ, അതിൽ RCBക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 13 തൊട്ട് 17 ഓവറുകൾ വരെ RCB കൊണ്ട് ഒരു ബൗണ്ടറി പോലും അടുപ്പിക്കാതെ വളരെ കിടിലനായിട്ടാണ് ഡൽഹി എറിഞ്ഞു പോയത്. അക്സർ പട്ടേലിൻ്റെ 3 ഓവർ 18 റൺസ് മാത്രമേ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. അതുപോലെ കുൽദീപ് യാദവ് ആയിക്കോട്ടെ, എൻഗിഡി ആയിക്കോട്ടെ, മുകേഷ് കുമാർ ആയിക്കോട്ടെ, നടരാജൻ ആയിക്കോട്ടെ, എല്ലാവരും കിടിലനായിട്ട് നല്ല പന്ത് എറിഞ്ഞിട്ടുണ്ട്. അതും വെൽ ഫീൽഡ് പ്ലേസ്മെൻറ്റും ഒക്കെ എല്ലാം കൊണ്ടും ഒരു വെൽ എക്സിക്യൂട്ടഡ് ആയിരുന്നു ഡൽഹിയുടെ ബൗളിംഗ് എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് RCBക്ക് എല്ലാം പാടിയത്. RCBക്ക് ആ റൺസ് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ജിതേഷ് ശർമ്മയ്ക്ക് ഒരു വേസ്റ്റ് ഇന്നിങ്സ്. ജിതേഷ് ശർമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ടോപ്പ് ഓർഡർ പോകണം, അദ്ദേഹത്തിന് ആ മാച്ച് ഫുള്ള് നിന്ന് കളിക്കണം എന്നൊക്കെ. എന്നാലും അദ്ദേഹത്തിന് പറ്റിയൊരു ചാൻസ് ആയിരുന്നു. അദ്ദേഹം അത് കുളമാക്കി എന്ന് തന്നെ പറയാം. ഷെപ്പേർഡും അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ ഒന്നും കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 175 എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിലോട്ട്, അതായത് ഇന്നത്തെ IPL ഒരു ചെറിയ സ്കോറിലോട്ട് ഒതുങ്ങി RCB അവിടെ RCBയുടെ പരിപാടി തീരുകയാണ്. ചിന്നസ്വാമിയിൽ 175 എന്ന് പറയുന്നത് കേക്ക് വാക്കല്ല, അതിനേക്കാളും എളുപ്പമുള്ളൊരു വാക്ക് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം അത്ര ഈസി ആയിട്ട് എത്താവുന്നൊരു സ്കോറാണത്. ഡൽഹി വിജയം അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ RCB ബോളേഴ്സ് വൻ അത്ഭുതങ്ങൾ എന്തെങ്കിലും കാണിക്കേണ്ടി വരും. പക്ഷേ RCBക്ക് വേണ്ടി അങ്ങനത്തെ അത്ഭുതം കാണിക്കാനായിട്ടൊരു ബോളർ ഉണ്ടായിരുന്നു. IPL തന്നെ എക്കാലത്തെയും മികച്ച ന്യൂ ബോളറായിട്ടുള്ള ഭുവനേശ്വർ കുമാർ. ഓപ്പണിംഗ് സ്പെല്ലർ അദ്ദേഹത്തെ ഇപ്പോഴും ഈ 37ാമത്തെ വയസ്സിൽ ഭുവനേശ്വർ കുമാറിനേക്കാളും ഒരു മികച്ച ഒരു ബോളർ ഓപ്പണിംഗ് ഓവേഴ്സിൽ എറിയാനായിട്ട് IPL ഇല്ല എന്ന് വീണ്ടും പ്രൂവ് ചെയ്തിട്ടുള്ള ആദ്യത്തെ 3 ഓവറുകളായിരുന്നു അദ്ദേഹം എറിഞ്ഞു പോയത്. അവിടെ നിസംഗ വീഴുന്നു, അവിടെ സമീർ റിസ്വി വീഴുന്നു, അവിടെ കരുൺ നായർ വീഴുന്നു. പെട്ടെന്ന് തന്നെ ഒരു 3 വിക്കറ്റ് വീഴുന്നു. KL രാഹുലിൻ്റെ ഒരു പരിചയ സമ്പത്ത് അവിടെ നമ്മൾ കണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം ബൗണ്ടറീസ് സ്കോർ ചെയ്ത് ആ റൺ റേറ്റ് താവാതെ, അതായത് 3 വിക്കറ്റുകൾ പോയിട്ട് പോലും 10-അടുത്ത റൺ റേറ്റിൽ ആ ടീം പോയിട്ടുണ്ട്. സ്റ്റബ്സിനെ ഇറക്കി വിടുന്നു. അക്സർ പട്ടേലിന് മുന്നേ സ്റ്റബ്സിനെ ഇറക്കി വിട്ടത്, സ്റ്റബ്സ് ഒരു അറ്റത്ത് ഇങ്ങനെ നിൽക്കും. സ്റ്റബ്സ് റൺസ് തുടക്കത്തിൽ അടിച്ചില്ലെങ്കിൽ പോലും സ്റ്റബ്സ് വിക്കറ്റ് വീഴാതെ ഒരു അറ്റത്ത് വളരെ കൃത്യമായിട്ട് തൻ്റെ റോൾ അറിയാവുന്ന ഒരു പ്ലെയറാണ് സ്റ്റബ്സ്. ഇന്നലെ സ്റ്റബ്സും KL രാഹുലും ഇറങ്ങി അവിടെ വിക്കറ്റ് പോവാതെ 100 റൺസിനടുത്ത് ടീമിനെ കൊണ്ടെത്തിച്ചപ്പോൾ തന്നെയാണ് ഡൽഹി വിജയിച്ചത്. KL രാഹുലിനെ കൃണാൽ പാണ്ഡ്യ പുറത്താക്കിയപ്പോൾ പോലും ഡൽഹിക്ക് അങ്ങനെ ഒരു വറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം അപ്പോഴേക്കും ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഡൽഹിയുടെ സ്കോർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അക്സർ പട്ടേൽ വരുന്നു. അക്സർ പട്ടേലിൻ്റെ ഒരു ബൗൺസറായിട്ടാണ് കൃണാൽ പാണ്ഡ്യ വരവേൽക്കുന്നത്. പക്ഷേ ആ ബൗൺസറിനെ അതിമനോഹരമായിട്ട് അദ്ദേഹം ബാക്കിലേക്ക് ഒരു കട്ട് കളിക്കുകയാണ്, ഒരു 4 കളിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് തുടങ്ങുന്നു. സ്റ്റബ്സും അക്സർ പട്ടേലും കൂടി ഒരു ഇന്നിങ്സ് അവിടെ ബിൽഡ് ചെയ്യാണ്, ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യാണ്. കാരണം വലിയ അടികളുടെ ഒന്നും ആവശ്യമില്ല. കാരണം വളരെ സേഫായിട്ട് 175 എത്തിയാൽ മതി.
അവർക്ക് കൃത്യമായിട്ട് ഗെയിം അവയർനെസ് അറിയാം, ഗെയിം അവയർനെസ് ഉണ്ടായിരുന്നു, എവിടെ എങ്ങനെ കളിക്കണമെന്ന് ഡൽഹി ബാറ്റേഴ്സിന് നല്ല രീതിക്ക് അറിയാമായിരുന്നു എന്നാലേ. പക്ഷെ അക്സർ പട്ടേലിൻ്റെ റിട്ടയർഡ് ഔട്ട് ആകുമ്പോഴേക്കും, റിട്ടയർഡ് ഔട്ടായി അദ്ദേഹം പുറത്താകുമ്പോഴേക്കും 3 ഓവറിൽ 36 റൺസിന് മുകളിൽ വേണമായിരുന്നു. അവിടെ സിറ്റുവേഷൻ കുറച്ച് ക്രൂഷ്യലായിട്ട് സിറ്റുവേഷനായിട്ട് മാറി. കാരണം 3 ഓവർ 36 ഡൽഹിക്ക് RCBക്ക് ബോൾ എറിയാനായിട്ട് ഭുവനേശ്വർ കുമാർ ഉണ്ടായിരുന്നു, റസിഖ്ദർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഓവേഴ്സ് എങ്ങനെയെങ്കിലും അത്യാവശ്യം 10-അടുത്തെങ്കിലും സ്കോർ ചെയ്തേ പറ്റുള്ളൂ ഡൽഹിക്ക്. അവിടെ ഒരു വിക്കറ്റ് വീഴുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റബ്സോ മില്ലറോ വീഴുകയാണെങ്കിൽ പിന്നീട് ഇറങ്ങാനുള്ളത് അക്യൂബ് നബിയാണ്, വേറെ ബാറ്റർ ഇല്ല. അവിടെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അവിടെയും ഡൽഹി ബാറ്റേഴ്സ് വിക്കറ്റ് പോവാതെ കളിച്ചു എന്നുള്ളതാണ്. ഭുവനേശ്വർ കുമാറിനെതിരെ ഒരു 6 നേടുന്നു, റസിഖ്ദറിനെതിരെ ഒരു 4 നേടുന്നു. 2 ഓവറിലും 10 അടുത്ത റൺസ് 2 ഓവറിലും വരികയാണ്. അവസാനത്തെ ഓവറിൽ 15 റൺസ് വേണം. ഷപ്പേർഡാണ് എറിയാനുള്ളൂ. RCBയുടെ ഒരു വീക്ക്നെസ് ആണ് സത്യം പറഞ്ഞത്. RCBക്കുള്ളൊരു പേസ് ബോളിംഗ് ഓപ്ഷൻ ഒരെണ്ണം കുറവാണ്. പിന്നെയുള്ള ഷപ്പേർഡാണ്. ഷപ്പേർഡിന് 13-അടുത്താണ് എക്കണോമി വരുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്ഷനല്ല ലാസ്റ്റ് ഓവറിലേക്ക് വെക്കാനായിട്ട്. ആദ്യത്തെ ബോൾ ഒരു മോശം ബോളായിരുന്നു, അത് മില്ലർ കണക്റ്റ് ആയില്ല. രണ്ടാമത്തെ വളരെ നല്ലൊരു ബോളായിരുന്നു, അത് ഒരു സിംഗിൾ മാത്രമേ വന്നുള്ളൂ. പക്ഷെ തേർഡ് ബോൾ ഒരു ഫുൾ ടോസ് ആയിരുന്നു. മില്ലറിൻ്റെ ഫുൾ ടോസ് ഇട്ട് കൊടുത്താൽ അറിയാം, അദ്ദേഹം അത് ഗാലറിയിൽ എത്തിച്ചിരിക്കും. ഫോർത്ത് ബോളും അതിമനോഹരമായിട്ട് അദ്ദേഹം 6 അടിച്ചു. പിന്നെ ലാസ്റ്റ് ബോൾ ഒറ്റ റൺ മാത്രം മതിയായിരുന്നു. അവിടെ ഒരു 4 വരുന്നു, ഡൽഹി കളി ജയിക്കുന്നു. എന്തായാലും മില്ലർ ഇത്തവണ ഫിനിഷ് ചെയ്യാനായിട്ട് എന്തായാലും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം അതിൽ തെറ്റൊന്നും വരുത്തിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ജയം, ഡൽഹിക്ക് ഒരു ജയം കിട്ടുന്നു, 2 വാല്യുബിൾ പോയിന്റ്സ് കിട്ടുന്നു. RCB ചിന്നസ്വാമിയിൽ 5 മത്സരങ്ങൾക്ക് ശേഷം RCBയുടെ തോക്കുകയാണ്. അപ്പോൾ ഇന്നലെ സ്റ്റബ്സ് ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്. അക്സർ പട്ടേലിന് കൊടുക്കണമെന്നായിരുന്നു എനിക്ക് പേഴ്സണലി, ഞാൻ അക്സർ പട്ടേലിനാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ സ്റ്റബ്സിനാണ് കൊടുത്തത്. സ്റ്റബ്സിൻ്റെ ഇന്നലത്തെ കളി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഇന്നലത്തെ ആ കളിയാണ്, അത് ആ ഗെയിമിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സ്വയം അഡാപ്റ്റ് ചെയ്ത് ഇന്നലെ കളിക്കുക എന്നുള്ളതാണ്. വലിയ അടികളില്ല, സ്ട്രൈക്ക് റേറ്റ് നോക്കുന്നില്ല, റണ്ണേ ബോളേ വരുന്നുള്ളൂ. പക്ഷേ ആ ഗെയിമിന് അത് മതി. അവിടെ അദ്ദേഹം ഒരു 15, 16, 17 ഓവർ വരെ നിൽക്കുമ്പോൾ പിന്നീട് ആ ടീമിന് ഒരു മാനസിക മുൻതൂക്കമാണ്. സ്റ്റബ്സ് ക്രീസിലുണ്ട്, സ്റ്റബ്സ് സെറ്റിലായി കഴിഞ്ഞു, സ്റ്റബ്സിന് അടിക്കാൻ പറ്റും. എതിർ ബോളേഴ്സിന് നല്ല രീതിക്ക് അറിയാം, അവർക്കൊരു പ്രഷർ വരികയാണ്. അതൊക്കെയാണ് ഗെയിമിൻ്റെ ഒരു ഭാഗമുള്ളൊരു സംഭവമാണ്. അതൊക്കെ അല്ല ഫസ്റ്റ് ബോൾ തൊട്ട് അടിച്ചു തുടങ്ങുന്നത് മാത്രമല്ല ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്നലെ അത്തരത്തിലുള്ളൊരു സംഭവം കൂടി നടന്നിട്ടുള്ള ഒരു മനോഹരമായ മത്സരമായിരുന്നു RCB vs DC എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും RCBയുടെ 2ാം തോൽവിയാണ്. RCBയുടെ വീക്ക്നെസ്സുകൾ ചെറുതായി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ടീമുകൾ അതിൽ കയറി പിടിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.